നന്മയ്ക്കായി പാരിൽ മുഴുവൻ ദീപമായി പ്രഭ ചൊരിഞ്ഞിടും ലോകനാഥ ഞങ്ങളെ കാത്തരുളേണം. പാരിൽ മുഴുവൻ ദീപമായി പ്രഭ ചൊരിഞ്ഞിടും ലോകനാഥ ഞങ്ങളെ കാത്തരുളേണം. ലോകനാഥ ഞങ്ങളെ കാത്തരുളേണം. ലോകനാഥ ഞങ്ങളെ കാത്തരുളേണം. ബഹുമാനപ്പെട്ട സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എം മാണി പൊക്കാനെ എന്നും സ്നേഹിക്കുകയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആവശ്യമായ കൈത്താങ്ങലുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ സീനിയർ മന്ത്രിയുമായ ശ്രീ കെ എം മാണി സാറിനെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിനായി എത്താമെന്ന് പറഞ്ഞിരുന്ന പ്രിയങ്കരനായ അഭിമന്യ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസ്റ്റോസ് തിരുമേനി ഇവിടെ വരാമെന്ന് പറഞ്ഞു. എമർജൻസിയായി അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് ഇവിടെ വന്നില്ല. അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. അമേരിക്കയിൽ നിന്നും ആർച്ച് ബിഷപ്പ് എൽഡോ മാർ ഫിലിപ്പോസ് തിരുമേനി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന ആന്റോ ആന്റണി എം പി, ഈ ലജ്ജ വ്യക്തി, MLA-മാർ, MP-മാർ, സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ, പൊക്കാന നേതാക്കൾ, ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇന്നിവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ UDF കൺവീനർ EP തങ്കച്ചൻ സാറിനെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ നടക്കാനിരിക്കുന്ന സമ്മേളനത്തിൻ്റെ ടൈം ഇതിൽ ഒത്തിരി ചിലവായി പോയതുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം തീർക്കുന്നു. നന്ദി, നമസ്കാരം. ആ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ആളിൽ നിന്നാണ് ഈശോയുടെ പ്രാർത്ഥന കഴിഞ്ഞു. അടുത്തതായി കഴിഞ്ഞ അനേകം വർഷങ്ങളായി നോർത്ത് അമേരിക്കൻ മലയാളികളുടെ സജീവ ശ്രദ്ധ പിടിച്ചു പറ്റിയ പൊക്കാനയുടെ ധീരയായ ഒരാളെ, കരുത്തുറ്റ നേതാവ്, മലയാളം അംഗങ്ങൾക്ക് അഭിമാനാർഹമായ സുത്യർഹമായ സേവനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ചിക്കാഗോ സമൂഹത്തിലും നോർത്ത് അമേരിക്കയിലെ മുഴുവൻ മലയാളികൾക്കിടയിലും വളരെ ആവേശകരമായ, വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യുന്ന സാമൂഹിക, സാംസ്കാരിക, മത, രാഷ്ട്രീയ രംഗപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഉജ്ജ്വലമായ പ്രവർത്തനത്തിൻ്റെ ഉടമ, നിങ്ങളുടെയും എൻ്റെയും പ്രിയപ്പെട്ട സഹോദരി, എല്ലാവരും മറിയാം ചേച്ചിയിൽ വിളിക്കുന്ന ശ്രീമതി മറിയാമ്മ പിള്ളയെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി മാണി സാർ, അഭിമന്യ തിരുമേനി, എല്ലാ MP-മാർ, MLA-മാർ, വിശിഷ്ടാതിഥികളെ, സഹോദരീ സഹോദരങ്ങളെ, കഴിഞ്ഞ 30 വർഷമായി മലയാളികളുടെ സ്ഥാപനമായ സംഘടനയായ മലയാളികളുടെ സംഘടന, അതായത് മലയാളികളുടെ മാതൃസംഘടനയായ പൊക്കാന, ഫെഡറേഷൻ ഓഫ് നോർത്ത് അമേരിക്ക, കേരളൈറ്റ്സ് ഇൻ നോർത്ത് അമേരിക്ക സജീവമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. ഡോക്ടർ അനിരുദ്ധനിൽ തുടങ്ങി ഡോക്ടർ പാർത്ഥസാരഥി പിള്ള, മന്മഥൻ നായർ, ഇങ്ങനെ മുമ്പോട്ട് വന്ന് GK പിള്ള, ബോൾഗർ കാപ്പള്ളി, ഇങ്ങനെ പലരിൽ കൂടി കടന്നു വന്ന ഈ പൊക്കാന 16ാം കൺവെൻഷനോട് ചേർന്ന് ഒരു സ്ത്രീക്ക് വിട്ടുകൊടുക്കാനായിട്ട് ഇവർ തീരുമാനിച്ചു. അങ്ങനെ കണ്ടെത്തിയ ഒരു സ്ത്രീയാണ് ഞാൻ. അതിൽ ഞാൻ വളരെ അഭിമാനം കൊള്ളുകയാണ്. പൊക്കാന കഴിഞ്ഞ 30 വർഷമായിട്ട് അനേകം നല്ല പ്രവൃത്തികൾ കാഴ്ചവെച്ചിട്ടുണ്ട്. കേരളത്തിലേക്ക് വന്നിട്ട് അനേക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് പൊക്കാനയ്ക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഭാഷയ്ക്കൊരു ഡോളർ എന്നുള്ള മഹത്തായ കാര്യം നമ്മുടെ പിള്ള സാറ് ആണ് അത് തുടങ്ങിയത്. ആദ്യകാലത്ത് തുടങ്ങി വെറും $1 എടുത്തുകൊണ്ട്
ഒരു പെട്ടിയിലിട്ടിട്ട് ആ കിട്ടുന്ന പൈസ കേരളത്തിലെ ഭാഷയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. അത് വളർന്നു പന്തലിച്ച് ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ടോപ്പ് PhD സ്റ്റുഡൻസിന് ഒരു അവാർഡായിട്ട് എല്ലാ വർഷവും ഞങ്ങൾ ഇവിടെ വന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 13 പൊക്കാന കൺവെൻഷനിൽ ആ പെട്ടിയിൽ $7,000 വീഴുകയുണ്ടായി. ഇങ്ങനെ ആ പ്രവൃത്തി ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ വരവിന്റെ മെയിൻ ഉദ്ദേശം 2 കാര്യങ്ങളായിരുന്നു. ഞാൻ 38 വർഷം മുമ്പ് ഈ കൺട്രിയിൽ വിട്ടു പോകുമ്പോൾ ഇത്രയും അതിക്രമവും ഒന്നും ഈ നാട്ടിൽ ഇല്ലായിരുന്നു. ഓരോ ദിവസം കഴിയും തോറും വലിയ ദുഷ്പ്രവൃത്തികളും ഈ ഇന്ത്യയിൽ നടന്നു വരുന്നു. അത് നമുക്ക് സഹിക്കാൻ പാടില്ലാത്തതായിട്ടിരിക്കുന്നു. അതിനൊരു പരിഹാരം കണ്ടെത്താൻ ഞങ്ങളെ കൊണ്ട് കഴിയയില്ല. എങ്കിലും അതിന്റെ ഒരു ആദ്യ പടിയായി ഒരു സമാധാന യാത്ര ചെയ്യണമെന്ന് കഴിഞ്ഞ 13 കൺവെൻഷനിന്റെ മതസൗഹാർദ്ദത്തിൽ വെച്ച് തീരുമാനിക്കുകയും അത് ഞാൻ പ്രസിഡന്റായ ആദ്യത്തെ കമ്മിറ്റിയിൽ തന്നെ ഞാൻ ആ വിഷയം കൊണ്ടുവരികയും യുനാനിമസ് ആയിട്ട് കമ്മിറ്റികൾ അത് പാസ്സാക്കുകയും ചെയ്ത് അതിന്റെ ക്യാപ്റ്റനായിട്ട് TS ചാക്കോ അനേക വർഷങ്ങളായി 30 വർഷങ്ങളായി പൊക്കാനയ്ക്ക് വേണ്ടി പരിശ്രമം ചെയ്യുന്ന ഈ കൊപ്പൂറായും അങ്ങനെയുള്ള വ്യക്തികളിൽ ഒരാളാണ് TS ചാക്കോ. അങ്ങനെ TS ചാക്കോയെ ഇതിന്റെ ക്യാപ്റ്റനായിട്ട് ഏൽപ്പിച്ചപ്പോൾ പലരും പറഞ്ഞു, നാട്ടിൽ പോയി കല്ലേറ് കിട്ടാതെ തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് നന്നായിരിക്കുമെന്ന്. എങ്കിലും യാതൊരു ഞങ്ങൾ അതിനെ ഒന്നും വകവയ്ക്കാതെ ഞങ്ങൾ മുമ്പോട്ട് പോകുക എന്ന് തീരുമാനിച്ചതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. ഞങ്ങൾ ആ ജാഥ ഇന്നലെ രാവിലെ 9 മണിക്ക് നമ്മുടെ ഹെൽത്ത് മിനിസ്റ്ററുടെ ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അത് തുടങ്ങുകയും ഏറ്റവും ഭംഗിയായ ഒരു പ്രോഗ്രാമായി കേരളം അതിനെ അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കൊട്ടാരക്കര ഒരു 400 പേരെ സംഘടിപ്പിച്ച് നമ്മുടെ കരുത്തനായ സെക്രട്ടറി ടെറൻസൺ ആ പ്രോഗ്രാം അവിടെ അറേഞ്ച് ചെയ്തു. അവിടെയും മന്ത്രിമാരും MLA-മാരും മുനിസിപ്പൽ ചെയർസും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളെ മാലയിട്ട് സ്വീകരിച്ച് അങ്ങനെ ഒരു ജാഥയായിട്ട് പോയി ആ മീറ്റിംഗ് അവിടെ അവസാനിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെങ്ങന്നൂര് ചെന്നു. ചെങ്ങന്നൂര് നമ്മുടെ വിശ്വനാഥ് MLA-യുടെ നേതൃത്വത്തിൽ അതിമനോഹരമായ ഒരു റിസപ്ഷൻ അവിടെ ലഭിക്കുകയും ഒരു 250 പേരിൽ കൂടുതൽ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഭംഗിയായ ഒരു പ്രോഗ്രാം അവിടെയും നടത്തിയിട്ട് ഞങ്ങളെ ചങ്ങനാശ്ശേരിയിൽ ഞങ്ങളുടെ ഒരു യുവ റീജിയണൽ സെക്രട്ടറിയായ ജോഷി വള്ളിക്കുളം വെറും 2-3 മണിക്കൂർ കൊണ്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് അവിടെയും MP-യും MLA-മാരും എല്ലാം വന്നിട്ട് ഞങ്ങൾക്ക് അവിടെയും ഒരു സ്വീകരണം തന്നു. അങ്ങനെ ഞങ്ങൾ വളരെ കൃതാർത്ഥരായിട്ടാണ് ഇന്നിവിടെ നിൽക്കുന്നത്. അതിന്റെ സമാപന മീറ്റിംഗ് ആണ് ഇത്. അതിൽ നമുക്ക് മാണി സാറിനെയും അതുപോലെ KV തോമസ് സാറ് വരും, അനൂപ് സാറ് വരും, ഇവരെല്ലാം വരും. കുറച്ച് അവർക്ക് പല പ്രോഗ്രാം ഉള്ളത് കൊണ്ട് അല്പം താമസിക്കും. അവരെല്ലാം വന്ന് ഇതിന്റെ സമാപന മീറ്റിംഗ് നടത്തുമ്പോൾ ഞങ്ങളുടെ ഈ യാത്ര ഞങ്ങൾ വളരെ കൃതാർത്ഥരായി ഞങ്ങൾ മടങ്ങിപ്പോകും. അതുപോലെ തന്നെ അതായിരുന്നു ഞങ്ങളുടെ ഒരു പ്രോഗ്രാം. രണ്ടാമത്തെ പ്രോഗ്രാം യുവജനങ്ങളെ മുൻപോട്ട് കൊണ്ടുവരുവാൻ വേണ്ടി എമീർ റാന്നിയെ ഞങ്ങളെ യുവജനങ്ങളുടെ നേതാവായിട്ട് തീരുമാനിച്ചു. കുറെ യുവജനങ്ങളെ വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് കൂടി. അവരോട് പറഞ്ഞു, കം അപ്പ് വിത്ത് വൺ പ്രോഗ്രാം, എന്തെങ്കിലും ഒരു പ്രോഗ്രാം നാട്ടിൽ ചെയ്യാനായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അവര് കൊണ്ടുവന്ന ആശയമാണ് ജില്ലയ്ക്ക് ഒരു കാൽ. ജില്ലയ്ക്ക് ഒരു കാലെന്ന് പറഞ്ഞാൽ 2 കാലുമായിട്ട് നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ കാല് നഷ്ടപ്പെട്ട അനേകം ജനങ്ങള് ഇന്ത്യയിൽ വിഷമിച്ച് കഴിയുമ്പോൾ അവർക്കൊരു ആർട്ടിഫിഷ്യൽ കാല് വെക്കാനായിട്ട് നിവർത്തിയില്ലാത്ത സമയത്ത് അവർക്കൊരു കാല് കൊടുത്ത് സഹായിക്കുക എന്നുള്ള ഒരു ദൗത്യം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന്റെ 10 കാലുകളുടെ ഉദ്ഘാടനം ഇന്നിവിടെ വെച്ച് നടക്കുന്നതായിരിക്കും. അത് ഓരോ ജില്ലകളിൽ നിന്നാണ് അത് തന്നിരിക്കുന്നത്.
അതിന്റെ സമയമാകുമ്പോൾ അതിന്റെ അനൗൺസ്മെന്റ് നടക്കും. അങ്ങനെ അതിന്റെ ഇതൊക്കെയാണ് ഈ 2 കാര്യങ്ങളായിരുന്നു ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ഇവിടെ വരാൻ വേണ്ടി. ഇതിലേക്ക് ക്ഷണിച്ച് വന്നിട്ടുള്ള എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ വളരെ ആദരവോടെ ഞങ്ങള് വെൽക്കം ചെയ്യുന്നു. നിങ്ങളെ ബാക്കിയുള്ള പ്രോഗ്രാം എല്ലാം എൻജോയ് ചെയ്യണം. താങ്ക് യു വെരി മച്ച്. റിയലി അപ്രീഷിയേറ്റ്. അഭിവൃദ്ധിയ തിരുമേനി, കേരള ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ.എം. മാണി സർ, ശ്രീ പി. രാജീവ് എം പി, ശ്രീ ആന്റോ ആന്റണി എം പി, ബഹുമാന്യ UDF കൺവീനർ PP തങ്കച്ചൻ അവറുകൾ, മറ്റ് വിവിധ സംഘടനാ നേതാക്കളെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഫൊക്കാന നേതാക്കളെ, വളരെയധികം ക്ഷീണിതനായതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന എല്ലാവരുടെയും പേരുകൾ ഒരുപക്ഷെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം വളരെയധികം വൈകിയാണ് ഈ പൊതുയോഗം നടത്തുവാൻ കഴിഞ്ഞത്. ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് വരികയാണ്. സംഘടനയുടെ രീതി അനുസരിച്ച് ഫൊക്കാന ജനറൽ സെക്രട്ടറിയാണ് ഈ യോഗം നടത്തേണ്ടുന്നതും നിയന്ത്രിക്കേണ്ടതും. ഞാൻ ആദ്യമായി ക്ഷമാപണം ചോദിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലധികം ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി നിരവധി അലഞ്ഞു തിരിഞ്ഞു നടന്നതിൻ്റെ പേരിൽ ഇന്നലെ തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ നിന്ന് മതസൗഹാർദ്ദ സമ്മേളനം ആരംഭിച്ച് കൊട്ടാരക്കര, ചെങ്ങന്നൂർ, തിരുവല്ല എല്ലാ മേഖലകളിലും കേരള സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ മേഖലകളിൽ നിന്നും, എല്ലാ മതമേഖലകളിൽ നിന്നും, എല്ലാ സാംസ്കാരിക സംഘടനകളിൽ നിന്നും വളരെയധികം പ്രചോദനവും സഹായവും ലഭിച്ചിട്ടുണ്ട്. അതിവിടെയും എനിക്ക് കാണുവാൻ കഴിയുന്നു. ഞാൻ കൂടുതലായി എൻ്റെ ഈ സമയം എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നേക്കാൾ കഴിവുള്ളവരും അറിവുള്ളവരും വേദിയിലിരിക്കുമ്പോൾ, സദസ്സിലുമിരിക്കുമ്പോൾ ഫൊക്കാനയുടെ പേരിൽ കൂടുതൽ സമയമെടുത്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അധികപറ്റായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും ഫൊക്കാനയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി ചുരുങ്ങിയ 2 വാക്കുകൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 30 വർഷക്കാലമായി അമേരിക്കയിൽ ദൈനംദിന ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുമ്പോഴും അമേരിക്കൻ മലയാളികളുടെ നിത്യേനയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുക, അവർക്ക് ഏതെല്ലാം സഹായങ്ങൾ ലഭ്യമാക്കാൻ കഴിയുക, അധികാര കേന്ദ്രങ്ങളിൽ നിന്നും മറ്റുള്ള ഏത് മേഖലകളിൽ നിന്നും. ഫൊക്കാന 30 വർഷക്കാലമായി പ്രവർത്തിക്കുമ്പോഴും ഫൊക്കാനയിൽ വ്യക്തമായ രാഷ്ട്രീയ ബോധമുള്ളവരും വ്യക്തമായ രാഷ്ട്രീയ ചിന്താഗതിയുള്ളവരും വ്യക്തമായ മതവിഭാഗങ്ങളിൽ വിശ്വസിക്കുന്നവരുമാണ്. ആരുടെയും വിശ്വാസത്തെയും ആരുടെ രാഷ്ട്രീയ വിചാരത്തെയും ഞങ്ങൾ ചോദ്യം ചെയ്യപ്പെടാറില്ല. ഫൊക്കാനയുടെ തലപ്പത്ത് വരുന്നത് ഏത് മതത്തിൽ നിന്നുള്ളവരാണോ അല്ലെങ്കിൽ ഏത് മതവിഭാഗത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരോ ആണ് എന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. ഫൊക്കാനയുടെ പ്രവർത്തനങ്ങൾക്ക് കൂട്ടായി ഹിന്ദുവായാലും മുസ്ലിം ആയാലും ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരുടെ കൂട്ടായ്മ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 30 വർഷമായി അമേരിക്കൻ മലയാളി ഹൃദയങ്ങളിൽ കടന്നു കഴിയുവാൻ ഈ സംഘടന കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ഒരു അജണ്ടയാണ് മതസൗഹാർദ്ദ സെമിനാർ. എല്ലാ കൺവെൻഷനുകളും ഇവിടെ ഇരിക്കുന്ന മിക്ക രാഷ്ട്രീയ ആചാര്യന്മാരും മത സെമിനാറുകളിൽ പങ്കെടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ 2012